ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മറികടന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് നടന്ന പോലെയല്ല, ജീവൻ വെച്ചുള്ള കളിയാ. അതൊന്നും സാരമില്ല കീർത്തി. നമ്മുടെ കയ്യില് വിലപ്പെട്ടത് എന്താണോ ഉള്ളത് അത് വെച്ചല്ലേ നമുക്ക് കളിക്കാൻ പറ്റൂ. ഓ, അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോ തന്നില്ല. പക്ഷെ ഇപ്പം ദൈവങ്ങള് എല്ലാം കൂടി തരാനുള്ള ഒരുക്കത്തിലാണ് മോളെ. അതൊന്നും എടുത്ത് കെട്ടു. കട്ട് ചെയ്താലേ മുറുകെ കെട്ടാൻ പറ്റുള്ളൂ. അമ്മ ദേ മാമി വരുന്നുണ്ട്. ഉദേട്ടാ, ഗേറ്റിനടുത്തുനിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോ ഒരു പ്ലാവ് നിക്കുന്നില്ലേ, അതില് കെട്ടിയാ മതി കേട്ടോ. ഇത് അമ്മ എന്തീ പറയുന്നേ? പുറത്തുനിന്ന് വീട് അന്വേഷിച്ചു വരുന്നവർക്ക് ഇത് കെട്ടിയത് കാണണ്ടേ? ആ, അവിടെ കെട്ടിയാലൊന്നും ശരിയാവില്ല. അപ്പുറത്ത് ആ ശീമക്കൊന്നയിൽ കെട്ടുന്നതായിരിക്കും നല്ലത്. പ്ലാവ് തന്നെയാ നല്ലത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നോട്ടം കിട്ടുന്ന സ്ഥലമാ അത്. എന്റെ അമ്മയെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അതെ, ആദ്യം നിങ്ങൾ അമ്മയും മോളൂടെ തീരുമാനിച്ചു ഒരു സ്ഥലം തീരുമാനിച്ച് എന്നോട് പറ, ഞാൻ അവിടെ കൊണ്ടുപോയി കെട്ടാം. അല്ലാതെ അതിന്റെ മുന്നിൽ കാവൽ നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അല്ല പിന്നെ ഇതെന്തിനാ കാക്കയെ ഓടിക്കാനാണോ? സാധാരണ ഒരു കുടുംബത്തിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കരിങ്കൊടി കെട്ടുന്നത് എന്തിനാ മോനെ? കാക്കയെ ഓടിക്കാനാണോ? എന്താ പോയി പോയി നവീന്റെ കോമൺ സെൻസ് പൂർണ്ണമായിട്ട് ഇല്ലാതായോ? എന്റെ സെൻസിന് ഒരു കുറവുമില്ല. ഇതെന്താ ഇപ്പൊ ഈ സംഭവം? എന്തിനീ കരിങ്കൊടി? അതെ, നാളെ രാവിലെ ഇതിന് വല്ലതും നമുക്ക് സമയം കിട്ടുമോ? എല്ലാരും തളർന്നു പോയില്ലേ? ചെയ്യാനുള്ളത് നേരത്തെ ചെയ്തു വെച്ചാ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. എന്ത് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച? എന്തിനെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്? നിർമ്മലേ മോനെ, കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അവസാനേ കുറ്റം എല്ലാം നമ്മുടെ തലയെ കൊണ്ട് വെക്കും. അമ്മാവാ, നിങ്ങൾ കാര്യം എന്താ പറഞ്ഞേ? പറയാൻ. അതെ, ഇനി ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. നിന്റെ കണ്ണില് ഞങ്ങള് കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചവരാണല്ലോ. അത് സത്യം തന്നെയല്ല അമ്മായി. സത്യം ഒന്നോണയോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ വിശ്വാസമുള്ളവരോട് ചോദിക്കുന്നതാണല്ലോ നല്ലത്. ദേ നിൽക്കുന്നു അമ്മയും മുത്തശ്ശിയും. നാളെ എന്താ വിശേഷമെന്ന് അവരോട് ചോദിച്ചു. ചോദിച്ചു നോക്കണം മോനെ. നാളെ നമ്മുടെ കുടുംബത്തിന്റെ മുൻവശത്ത് ഈ കരിങ്കുടി കെട്ടാനുള്ള യോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. സംശയം തീരട്ടെ. രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ നിക്കുന്ന കണ്ടില്ലേ? അമ്മേ, എന്താ ഇവര് പറയുന്നൊക്കെ? മുത്തശ്ശി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? മോനെ, അത് എന്തിനാ അമ്മ മടിക്കുന്നത്? കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാല് അവന്റെ കൺമുന്നിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാ. അമ്മയും സുമിത്രയും കൂടി എല്ലാം രഹസ്യമാക്കി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് കേട്ടു. അതുകൊണ്ടെന്താ, ഇപ്പൊ നവീനും അതിനെ കുറിച്ച് അറിയാൻ പറ്റിയല്ലോ. അമ്മേ, എന്താ കാര്യം എന്നോടൊന്ന് പറയേ. മോനെ, അവര് വാ തുറക്കൂലടാ. പറയുന്നുണ്ടോ മുത്തശ്ശി? പറയുന്നുണ്ടോന്നാ ചോദിച്ചത്. എന്താ നവീൻ, എന്തിനാ ബഹളം വെക്കുന്നേ? ഇതെന്താ കറുത്ത കൊടിയൊക്കെ? എന്താ അമ്മാവാ? നാളെ ഇതൊരു മരണവീടാകുന്ന ഇവരൊക്കെ പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അമ്മയോടും മുത്തശ്ശിയോടും ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. ഹോ, അത്രേ ഉള്ളോ? അത് ഞാനങ്ങ് പറഞ്ഞു തന്നാ മതിയോ? നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെ നാഗപഞ്ചമിയാ. നാഗപഞ്ചമിയില് ദശാസന്ധികള് സ്ഥാനം മാറിയപ്പോ എന്റെ ജാതകത്തില് ഒരു ദോഷം സംഭവിച്ചു. അതനുസരിച്ച് എനിക്ക് മൃത്യുഭയമുണ്ട് എന്ന് പറഞ്ഞ മനസ്സിലായോ? ഞാൻ ചത്തുപോവെന്നുള്ള പേടി. അമ്മയും മുത്തശ്ശിയും ആ പേടിയെ കുറിച്ചാ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനൊരു പേടിയൊന്നുമില്ല. ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മറികടന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് നടന്ന പോലെയല്ല, ജീവൻ വെച്ചുള്ള കളിയാ. അതൊന്നും സാരമില്ല കീർത്തി. നമ്മുടെ കയ്യില് വിലപ്പെട്ടത് എന്താണോ ഉള്ളത്
അത് വെച്ചല്ലേ നമുക്ക് കളിക്കാൻ പറ്റൂ. ഓ ഉം, ഉം, ഉം. നവീൻ നവീൻ എന്നെ വിശ്വാസമല്ലേ? ഞാനിത് മറികടക്കുന്ന നവീന് തോന്നുന്നില്ലേ? ഗാഥ, തൻ്റെ ഭക്തിയിലും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ മുത്തശ്ശി, ഇതെന്താ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട്. ചില മാറ്റങ്ങൾ പ്രവചനത്തിന് അതീതമാണ് മോനെ. അതുകൊണ്ടാണ് പൂജാരി ഒരുപാട് മുൻപേ നമ്മളോടിത് പറയാതിരുന്നത്. മോൻ പേടിക്കണ്ട. നാഗപഞ്ചമി ദിവസം നടക്കുന്ന പൂജയിലൂടെ വേണ്ട മുത്തശ്ശി, കേട്ട് കേട്ട് മടുപ്പായി തുടങ്ങി, വെറുപ്പായി തുടങ്ങി. ഈ ആചാരങ്ങൾക്ക് മുന്നിൽ തല കുറിച്ച് നിൽക്കാൻ വയ്യ. സമാധാനം ആയല്ലോ 3 പേർക്കും. അവൻ ഇനി നേരെ ചൊവ്വേ ഭക്ഷണം പോലും കഴിക്കില്ല. അവനുള്ളത് കൂടി വിളമ്പി വെച്ച് തരാം, അതും കൂടി എടുത്ത് കഴിച്ചോ. ആ എന്നാ പിന്നെ നിർമ്മലേ, ആ അതെ ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം. അമ്മ കഴിക്കാൻ വിളിക്കുന്നു. ഹാ! നാണമില്ലാത്ത വർഗങ്ങള്. ഹലോ. ആ എന്താടി, കളരിക്കല് സ്ഥിരതാമസമായപ്പോ ഞങ്ങളെയൊക്കെ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. അല്ലെങ്കിലും എല്ലാം മറക്കാനും പൊറുക്കാനും ഇനി ഒരുപാട് നാളൊന്നും ഞാനില്ല. എന്തു പറ്റി നിനക്ക്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവിടെ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവനും എനിക്കാ. നീ കാര്യം എന്താന്ന് പറവണ്ണേ. ഇത്രയും നാളും പൂജയുടെ കാര്യം പറഞ്ഞ് നീ എന്നെ കളിയാക്കിയില്ലായിരുന്നോ? ഞാൻ പുതിയൊരു പൂജയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോവാ. എന്തിന്? നീ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. പിന്നെ പൂജ ഇതുവരെ പൂജയ്ക്ക് നിന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനല്ലേ? ഇത് എന്നെ രക്ഷിക്കാനാ, എന്റെ ജീവൻ രക്ഷിക്കാനാ. കൃഷ്ണ, നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടേ. മര്യാദയ്ക്ക് കാര്യം എന്താന്ന് പറ. നീയേ അമ്മയോട് പറയരുത്. നടക്കാൻ പോകുന്ന പൂജ ഇവിടുത്തെ പൂജാരിയുടെ തീരുമാനപ്രകാരം. അത് പക്ഷെ നാഗപഞ്ചമി പൂജ കൃത്യമായി പൂർത്തിയാക്കാതിരിക്കോ, വേറെ ഏതെങ്കിലും രീതിയിൽ പൂജയിൽ ഒരു വീഴ്ച വരികയോ ചെയ്താ നാഗപഞ്ചമി കഴിഞ്ഞ് ഞാൻ അടുത്ത പുലരി കാണില്ല. കൃഷ്ണ, നീ എനിക്കതിൽ വിശ്വാസമാണ്. നാഗദൈവങ്ങളുടെ ശക്തി എനിക്കറിയാം. അവിടെ വെച്ച് എന്തേലും പറ്റിപ്പോയാ നീ എന്റെ അമ്മയെ നോക്കണം. നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഒരുമാതിരി യാത്ര പറച്ചിലൊക്കെ.